ഈ സമയത്ത് ഇപ്പം ആരാ? നീ ഇവിടെ ഇരിക്ക്, ഞാൻ നോക്കി വരാം. ആരാ? ഹായ് ആൻറ്റി, ഇത് അനന്യൻ്റെ വീടല്ലേ? ആ അതെ, മോനേതാ? എൻ്റെ പേര് പ്രണവ്. അവൾ എൻ്റെ കഫേയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഞാനൊന്ന് അവളെ കാണാൻ വേണ്ടി വന്നതാ. അയ്യോ ആണോ? എന്നാ മോൻ അകത്തേക്ക് കയറി ഇരിക്കേ. പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ലതാ. ഇവിടെ വലിയ സൗകര്യമൊന്നുമില്ല, ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല, എന്നാലും അകത്തേക്ക് വാ മോൻ. എനിക്കതൊന്നും കുഴപ്പമില്ല ആൻറ്റി. എടി അച്ചു, അവിടെ നിന്ന് എണീച്ചേ. മോ ഇരിക്കേ, ഞാൻ അവളെ വിളിക്കാം. ആ ആൻറ്റി, ഈ അച്ചുവിൻ്റെ ശരിക്കുള്ള പേരെന്താ? അശ്വതി. ചേട്ടൻ്റെയോ? ഓ എൻ്റെ പേരോ? എൻ്റെ പേര് പ്രണവ്. താൻ എത്രയല്ലേ പഠിക്കുന്നേ? ഇനി 10ലേക്ക്. സാർ എന്താ ഇവിടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെന്താടോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ കാണാൻ വരാൻ പാടുള്ളൂന്നുണ്ടോ? അയ്യോ സാർ, അങ്ങനെയൊന്നുമല്ല. പെട്ടെന്ന് ഈ നേരത്ത് ഇവിടെ സാർ വരണമെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചതാ. എന്നാലേ താൻ വിചാരിക്കുന്ന പോലെ പ്രശ്നമൊന്നും ഉണ്ടായിട്ട് വന്നതല്ല. ഞാൻ കുറച്ച് കാര്യം അറിയാൻ വേണ്ടി വന്നതാ. ആ മക്കളെന്നാ സംസാരിക്കേട്ടോ, ഞാൻ കുടിക്കാൻ വല്ലതും എടുക്കാം. എടേ അച്ചു, എന്നെ സഹായിച്ചേ. താങ്ങാൻ നിൽക്കാതെടോ, ഇവിടെ ഇരിക്കി. താനിന്ന് പതിവിലും നേരത്തെയാണല്ലോ കടയിൽ നിന്ന് ഇറങ്ങിയേ. എന്തു പറ്റി? പിന്നെ ശ്വേത പറഞ്ഞു താൻ ഇറങ്ങുമ്പോൾ താൻ ഭയങ്കര ഡള്ളായിരുന്നു എന്ന്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ കഫേയിൽ? ഏതെങ്കിലും കസ്റ്റമറോ സ്റ്റാഫോ തന്നോട് മോശമായിട്ട് പെരുമാറിയോ? അങ്ങനെയൊന്നുമില്ല സാർ, അവരൊക്കെ എന്നോട് നല്ല പോലെ തന്നെയാണ് പെരുമാറിയേ. അവരൊന്നും മോശമായിട്ട് പെരുമാറിയിട്ടൊന്നുമില്ല. നല്ല തലവേദന എടുത്തപ്പോൾ ഞാനിങ്ങ് പോന്നതാ. ഞാനത് ചോദിക്കാൻ കാരണം വേറൊന്നുമില്ല. ഒരു പുതിയ സ്റ്റാഫ് വരുമ്പോൾ മറ്റ് സ്റ്റാഫുകൾക്കോ അല്ലെങ്കിൽ ചില കസ്റ്റമേഴ്സിനും ചിലപ്പം ഒരു ഇളക്കം കൂടുതലുണ്ട്. അതും തന്നെ പോലെ അധികം പ്രായമൊന്നും ഇല്ലാത്ത ഒരു പെൺകുട്ടിയും കൂടി ആകുമ്പോൾ. അപ്പോൾ അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താൻ എന്നോട് പറയണം. മനസ്സിൽ വെച്ച് നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആ സാർ, ഞാൻ പറഞ്ഞോളാം. ഇതുവരെ ഇപ്പം അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇനി അങ്ങനെ വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ പറയുന്നുണ്ട് സാറോട്. പിന്നെ എൻ്റെ പൊന്നനന്യേ, താനിങ്ങനെ നായികയ്ക്ക് 40 വട്ടം എന്നെ ഇങ്ങനെ സാറിന് വിളിച്ചുകൊണ്ടിരിക്കണ്ട. മറ്റ് സ്റ്റാഫ്സൊക്കെ എന്നെ എന്താണോ വിളിക്കണേ അങ്ങനെ തന്നെ വിളിച്ചാൽ മതി. താനും എൻ്റെ പേരെടുത്ത് വിളിച്ചാൽ മതി. അയ്യോ, എന്നെ സാർ എന്നെക്കാളും മൂത്തതല്ലേ, ഞാൻ എങ്ങനെ സാറെ പേരൊക്കെ എടുത്ത് വിളിക്കുക? എന്നാ താൻ എൻ്റെ പേരിൻ്റെ കൂടെ ഒരു ഏട്ടാന്നും കൂടി ചേർത്തോ. അങ്ങനെയാണല്ലോ സാധാരണ വയസ്സിന് മൂത്തോലെ ഏട്ടാന്നല്ലേ വിളിക്കാറ്. താനും അങ്ങനെ വിളിച്ചോ. ആ ഇനി ചായ കുടിച്ചിട്ടാ സംസാരമൊക്കെ. ആ പിന്നെ മോനെ, ചായ മാത്രമേ ഉള്ളൂ കേട്ടോ, കഴിക്കാനൊന്നുമില്ല. അതെങ്ങനെയാ? ഇവിടെ എന്തെങ്കിലും കൊണ്ടുവന്നാൽ അന്ന് തന്നെ തിന്ന് തീർക്കും ഈ നുണച്ചിപ്പെണ്ണ്. മോനിപ്പോൾ തൽക്കാലം ഈ ചായ കുടിക്കും, എന്നിട്ട് നമുക്ക് ചോറ് തിന്നിട്ട് പോകാം. അമ്മേ, എന്നെപ്പറ്റി അങ്ങനെ അവബോധമൊന്നും പറഞ്ഞു കൊടുക്കല്ലേ. അങ്ങനെയൊന്നല്ല ചേട്ടാ, അതിവിടെ കിടന്ന് കേടി വരുന്നതിനേക്കാളും നല്ലത് ഞാൻ തിന്നണ തന്നെയല്ലേ. അതിന് നീ ആ വാങ്ങിക്കൊണ്ടുവരുന്ന സാധനം കേടി വരാൻ പോകാൻ സമ്മതിക്കില്ലല്ലോ, അപ്പോഴേക്കും തിന്ന് തീർക്കൂലേ. അല്ലേലും അതൊക്കെ തിന്നാൻ തന്നെയല്ലേ വാങ്ങുന്നേ, വിളിച്ചറിയാനൊന്നല്ലല്ലോ. അതുകൊണ്ട് ഞാൻ തിന്നും. ഓ, ഞാൻ ഞാൻ തിരിച്ചെടുത്തു. ഇനി അതിൻ്റെ പേരിൽ രണ്ടും പാടെ അവിടെ അടി ഉണ്ടാക്കണ്ട. മോൻ ചായ കുടിക്ക്. മോൻ ഇതൊന്നും നോക്കി നിൽക്കണ്ട, ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം കലാപരിപാടികളാ. അനന്യ, പിന്നെ നാളെ താൻ വരണ്ട. എക്സാം അല്ലേ മറ്റന്നാൾ. സോ നാളെ വരണ്ട, താൻ പഠിച്ചോ. താങ്ക് യു സാർ. അല്ല പ്രണവേട്ടാ. ആ ഇപ്പം ശരി. എന്നാ ആൻറ്റി ഞാൻ ഇറങ്ങാം കേട്ടോ. അയ്യോ മോനെ, ഫുഡ് വെച്ചിട്ട് പോവാം. എന്തായാലും ഇപ്പം എത്ര നേരമായില്ലേ. ഫുഡൊന്നും വേണ്ട ആൻറ്റി, ഞാൻ എനിക്കുള്ള ഫുഡൊക്കെ വാങ്ങിയിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ വേസ്റ്റ് ആവില്ലേ. ഞാൻ തീർച്ചയായിട്ടും ഒരു ദിവസം വരുന്നുണ്ട് കഴിക്കാനായിട്ട്. എന്നാ ശരി, ഞാൻ ഇറങ്ങുക. എന്നാ പോയിട്ടോ അനന്യ. എന്നാ മോനൊരു ദിവസം ഇവളെ കൂടെ അങ്ങ് വാ, നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടൊക്കെ മെല്ലെ പോവാം. ആൻറ്റി പറഞ്ഞുകൊണ്ട് എന്തായാലും വരും. എന്നാൽ ശരി, ഞാൻ പോട്ടെട്ടോ. ആ ചെക്കൻ കൊള്ളാലേ, കാണാനും കൊള്ളാം, സ്വഭാവം കൊള്ളാം. കെട്ട് കഴിഞ്ഞതാണാവോ, ഇല്ലെങ്കിൽ നിനക്കൊരു കൈ നോക്കേനു. പറഞ്ഞു വന്നപ്പോഴേ എനിക്ക് തോന്നി അത് എൻ്റെ തലക്കിടാനുള്ളതാണ്. അമ്മയ്ക്ക് ഇത്ര പൂതിയാണെ അമ്മ പോയി കെട്ടിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നല്ലത് പറഞ്ഞാൽ നിന്റെ മണ്ടയ്ക്ക് പണ്ടേ കയറില്ലല്ലോ. ഫുഡ് വേണമെങ്കിൽ വാ, ഇനി ഇവിടെ തൊള്ളയും പൊളിച്ച് നോക്കിക്കാണ്ടേ. എന്താണ് ചേച്ചി, ആ ചേട്ടൻ എൻ്റെ ഭാവി ചേട്ടനായിട്ട് വരുന്നതിന് എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. നീ പോടി കുട്ടി പിശാചേ. അവളും കൂടി തുടങ്ങു തന്നെ. എൻ്റെ കൺമുമ്പ് കണ്ടുപോയാൽ നിന്നുണ്ടല്ലോ. ഓ മൂക്ക പിടിച്ച് കേട്ടല്ലോ, നീ പോടി.
ഇവളെ ഇന്ന് ഞാൻ, അയ്യോ അമ്മ എന്നെ കൊല്ലുന്നേ. ആ രണ്ടും അങ്ങ് തല്ലി ചത്തൂട്, അങ്ങനെയെങ്കിൽ എനിക്കൊരു സമാധാനം ആവട്ടെ. ഒരു സമയത്തെ ചെവിക്ക് സമാധാനം തരാത്ത രണ്ടെണ്ണം. ഫെലിക്സ്, മീറ്റിങ്ങിനുള്ള എല്ലാം റെഡിയാക്കി വെച്ചില്ലേ? ഇച്ചായി വരുമ്പോൾ അതിനൊരു കുറവുണ്ടാവരുത്. എന്തെങ്കിലും കാരണം കിട്ടാൻ വേണ്ടി നിൽക്കുക ഈ കമ്പനിയിൽ നിന്ന് എങ്ങനെയും ചാടാൻ വേണ്ടി. സോ അതിനൊരു കുറവും ഉണ്ടാവരുത്, ഞാൻ പറഞ്ഞേക്കാം. ഇല്ല മാം, ഒക്കെ റെഡിയാണ്. ഇനി സാറ് വന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി. എന്നാൽ ഞാൻ എൻ്റെ ക്യാബിലുണ്ടാവും. എൻ്റെ ആവശ്യം ഉണ്ടെങ്കിലേ പറഞ്ഞാൽ മതി. ഓക്കെ മാം. ഓ, ഇനി മൂപ്പര് വന്ന് മൂപ്പര ചളി കേൾക്കണ്ട ഞാൻ കുത്തിരുന്നിട്ട്. എന്താണ് ഫെലിക്സ് മോനെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നേ? ഓ, നീയേനോ? അതൊന്നുമില്ലടി, ഞാനിവിടെ എൻ്റെ കഷ്ടപ്പാടിനെ പറ്റി ചിന്തിച്ചു പോയതാ. ആ പിന്നുണ്ടല്ലോ, ആ രോഹിത്തിന് ഇന്നലെ കൊടുത്ത പേപ്പേഴ്സൊക്കെ അവൻ കറക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇന്ന് മാം നേരത്തെ എത്തിയിട്ട് മീറ്റിംഗ് ഉണ്ടായതുകൊണ്ട് ഇനി എന്തെങ്കിലും ബാക്കി പെൻഡിങ് ഉണ്ടെങ്കിൽ അവനോട് നിങ്ങോട്ട് വരണ്ടാന്ന് വിളിച്ചു പറഞ്ഞേക്ക്. ഇന്ന് ഇവിടെ ഒരു പൂരംകളി ആക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ടോ? ആ എനിക്കറിയില്ല ഇനി അവൻ എന്തേ പെൻഡിങ് വെച്ചിട്ടുണ്ടോന്ന്. എന്തായാലും അവൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടുണ്ട്. അവൻ പുറപ്പെടുമ്പോൾ എന്നെ വിളിക്കണതാ. അപ്പം ഇന്നത്തെ കാര്യം തീരുമാനമായി. നന്നായി, അവനുള്ള അവൻ തന്നെ ആയിരുന്നു വാങ്ങുക ചെയ്യുന്നത്. എന്നാ നീ പോയിക്കോ, നീ പോയി വർക്ക് ചെയ്തോ. ഞാനേ ആ മീറ്റിങ്ങിൻ്റെ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കട്ടെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് മതി. ആ എന്നാൽ നമുക്ക് ലഞ്ച് ബ്രേക്കിന് കാണാം. ഓ, ഇതിന് നല്ല സ്കൂളിൽ പോണേനി പണ്ടാരം. ഇന്നിപ്പോൾ എന്തോ മീറ്റിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞു. ഇനിയിപ്പോൾ അതിനാര് കുത്തിരിക്കും ദൈവമേ. നീ എന്തിനാ ഇങ്ങനെ പുറത്തേക്കുന്നേ? എനിക്ക് ഈ ഫയലൊന്ന് കാണിച്ച് സാറിനെ കൊണ്ട് സൈൻ വാങ്ങാണ്ട് അതിന് നിൽക്കുക. ഇവിടെ നിന്നാ താനേ സൈൻ കിട്ടുമോ? ഉള്ളിൽ കയറണ്ടേ? അതിന് ഉള്ളിൽ കയറി വെക്കും, എന്നാലേ കിട്ടുള്ളൂ. നീ ഒന്ന് അങ്ങോട്ട് നോക്കിയേ. സാർ ഒരു കോളിലാണ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണെങ്കിൽ പിന്നെ ഞങ്ങോട്ട് കയറിയിട്ട് എൻ്റെ മെക്കിട്ട് കയറിയാൽ വെച്ചിട്ട് എവിടെ ഞാൻ നിൽക്കണത്. ഓ അങ്ങനെ പറ. ശരിയാ, സാറേതോ സീരിയസ് കോളിലാന്ന് തോന്നുന്നു മുഖഭാവം കണ്ടിട്ട്. നീ എന്നെ ചലഞ്ച് ചെയ്യാനായോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാം, അതിന് നീ ഉത്തരം പറ. അങ്ങനെയാണെങ്കിൽ ഞാൻ സമ്മതിച്ചുതരാം, നിനക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിന്ന്. അപ്പോൾ ചോദ്യം കേട്ടോ, പിന്നെ പറഞ്ഞുതരൂലേ. ഒരു പശു റോട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കട കണ്ടു. ആ കടേൻ്റെ ഉള്ളിലേക്ക് കയറി. എന്തുകൊണ്ട്? സോ സിമ്പിൾ, അത് മിൽമ കടയാണ്. സോ സോറി മോനെ, ഉത്തരം അതല്ല. നീ എന്താ വിചാരിച്ചേ? നിന്റെ ഊള ചോദ്യം പോലെയാവും എൻ്റെ ചോദ്യം എന്നോ? വേഗം ഉത്തരം പറ, വേഗം ഉത്തരം പറ. ആ എന്നാൽ ചിലപ്പോൾ അത് പിണ്ണാക്കിൻ്റെ കടയാവും. ഓ ഈ പൊട്ടൻ. എടാ നിനക്ക് ഉത്തരം അറിയില്ലെങ്കിൽ പറ, ഞാൻ പറഞ്ഞുതരാം. എന്നാ നീ പറ. ഓ ഓൻ്റെ ഒരു വൃത്തിയുടെ ചോദ്യം. എന്നാ അതിൻ്റെ ഉത്തരം ശ്രദ്ധയോടെ കേട്ടോ. ആ കടേൻ്റെ വാതിലേ പുൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ടേനും. ആ പശു പുല്ല ചരിച്ച് അങ്ങോട്ട് കയറി, അത്രയേ ഉള്ളൂ. ഇതുപോലും ഉത്തരം പറയാൻ കഴിയാത്ത നീയൊക്കെയാണോ എന്നെ ചലഞ്ച് ചെയ്യാൻ വരുന്നേ? ഓ വലിയ കാര്യമായിപ്പോയി. ഇതൊന്നുമല്ല ചോദ്യം. ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം, വേ ഉത്തരം പറയണേ. 3 അക്ഷരം ഉണ്ട്. അതിൽ ആദ്യത്തെ അക്ഷരം ര, അവസാനത്തെ അക്ഷരം ര, നടുവത്തെ അക്ഷരം എന്ത്? വേഗം പറ. ഓ ഇതൊക്കെ എന്ത്, നമ്മളിപ്പോൾ ശരിയാക്കി തരാം. ആദ്യത്തെ അക്ഷരം ര, അവസാനത്തെ അക്ഷരം ര, നടുവത്തെ അക്ഷരം എന്തു പറ്റി മോന് ഉത്തരം കിട്ടുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നീ ഒന്ന് മിണ്ടാണ്ടക്കോ, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. മനുഷ്യൻ ആലോചിക്കാനും സമയമില്ല വെച്ചാൽ. മേ ഐ കം ഇൻ സർ? ആ വാ വാ. എന്നാലും അതെന്താ 3 അക്ഷരേ ഉള്ളൂ. ഒരു പണ്ടാരം, പണ്ട് മലയാളം പഠിച്ചാൽ മതി. സാർ വല്ല ഇമ്പോർട്ടൻറ്റ് കോളിലാണോ? ആ ചെറുതായിട്ടൊരു ഇമ്പോർട്ടൻറ്റ് കോളാണ്. എന്തേ പ്രശ്നമുണ്ടോ? വേറെ പ്രശ്നമൊന്നുമില്ല സാർ. മീറ്റിംഗ് തുടങ്ങാനായി. പിന്നെ റോസിന് സാറിൻ്റെ ഒരു സൈൻ വേണമെന്ന് പറഞ്ഞ് പുറത്ത് നിൽക്കുന്നുണ്ട്. സാറിൻ്റെ കോള് കഴിഞ്ഞാൽ അവളെ ഉള്ളോട്ട് വിടായിരുന്നു. ആ അവളെ ഉള്ളോട്ട് വിട്ടേക്ക്. എടാ മാത്യു, ഞാൻ വൈകുന്നേരം വിളിക്കുന്നുണ്ട്. അപ്പം പറഞ്ഞാൽ ഉത്തരം. എന്നാൽ ശരി, ഇവിടെ എന്തോ മീറ്റിംഗ് ഒക്കെ ഉണ്ട് പോലും. അയ്യടാ മോനെ, വൈകുന്നേരം നിനക്ക് ഗൂഗിളിനോട് വെച്ച് ഉത്തരം പറഞ്ഞു തരാനല്ലേ? അതൊന്നും നടക്കൂല. അതുകൊണ്ട് മോൻ തോറ്റു. നീ സമ്മതിച്ചു അത്. എന്നാ ശരി കേട്ടോ. അതിനാര് സമ്മതിച്ചു? കൊട്ടാച്ചു തെണ്ടി. അവനുള്ള ഞാൻ പിന്നെ കൊടുക്കണ്ട്. സാർ ഈ ഫയൽ നമുക്ക് അയച്ചു കൊടുക്കേണ്ടതാ. അപ്പോൾ സാറൊന്ന് ചെക്ക് ചെയ്ത് സൈൻ ചെയ്ത് തന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കായിരുന്നു. ഇത് ഫുള്ള് ഇപ്പോൾ നോക്കാനുള്ളതാ. താൻ നോക്കിയതല്ലേ, ഇനിയിപ്പോൾ ഇതിൽ നിന്ന് നോക്കാനാ? ഞാൻ സൈൻ ചെയ്ത് തരാം, താൻ കൊണ്ട് അയച്ചോ.
ഞാൻ നോക്കിയതാണ് സാർ, ബട്ട് സാറും കൂടി ഒന്ന് നോക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ജെൻസൻ്റെ കൈ കൊണ്ട് കൊടുക്കും, അവൾ നോക്കട്ടെ. എന്നിട്ട് എനിക്ക് സൈൻ ചെയ്യാൻ കൊണ്ട് തന്നാൽ മതി. അപ്പോൾ ഒക്കെ ശരിയല്ലേ? എന്നാൽ ഫെലിക്സേ വാ, നമുക്ക് മീറ്റിങ്ങിന് പോവാം. ഇനി ഏത് കമ്പനിയായിട്ടാണ് മീറ്റിംഗ്? കെയർ കമ്പനി ആയിട്ടാണ് സാർ. ഓ ഞാൻ കിളവൻ്റെ പ്രസംഗം കേൾക്കണ്ടേ? വാ. ആ അമ്മ, ഞാൻ കുറച്ച് നേരം വൈകിട്ടോ എത്താൻ. ഞാൻ ഇവിടെ നിന്ന് ഇപ്പം ഇറങ്ങിയിട്ടേ ഉള്ളൂ. അമ്മ വേണേൽ ഫുഡ് കഴിച്ച് കിടന്നോളേ, എനിക്ക് അച്ചു പോയാൽ തുറന്നോളൂ. ആ കുറച്ച് പണി ഉണ്ടേനി അമ്മ, അതാ അത് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ വിചാരിച്ചു. ഓ എൻ്റെ അമ്മേ, ഇങ്ങനെ പേടിക്കല്ലേ, ഞാനായിട്ട് എത്തിക്കോളും. ആ എന്നാൽ ശരി അമ്മ, ഫോണിലധികം ചാർജില്ല, ഞാൻ വെക്കുക കേട്ടോ. ആ ബെസ്റ്റ്, ഫോൺ വെച്ചതും ഫോൺ ചത്തു. അപ്പേക്ക് ഇനി എത്ര ദൂരം നടക്കാണ്ട്. ഹായ് ആർമീസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ വന്നതേ നിങ്ങളോടൊക്കെ ഒരു വലിയ സോറി പറയാനാട്ടോ, ഈ എപ്പിസോഡ് ഇത്രയും വൈകിപ്പിച്ചതിന്. വേറെ ഒന്നുകൊണ്ടുമല്ല, ഞാൻ ഭയങ്കര ബിസി ആയിപ്പോയി. ഒരു മാസം മുമ്പ് എനിക്ക് കോളേജ് തുടങ്ങി, അതുതന്നെയാണ് ഏറ്റവും വലിയ റീസൺ. ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല കോളേജിൽ ഞാൻ ഇത്ര ബിസി ആവുമെന്ന്. കുറേ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിൻ്റെയാണ് മെയിനായിട്ട്. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ എന്നോട്. അപ്പോൾ ഇത് പറയാനാണ് ഞാൻ മെയിനായിട്ട് വന്നത്. പിന്നെ എനിക്കറിയാം കമൻറ്റ് സെക്ഷനിൽ ഫുള്ള് ലെങ്ത്ത് കുറവാന്നുള്ള രീതിക്കാവും. ഇനി നല്ല പോലെ അറിയാം ലെങ്ത്ത് ഭയങ്കര കുറവാണ്. പക്ഷേ തൽക്കാലം ഒന്ന് ഇതും കൂടി ഒന്ന് ക്ഷമിച്ചേക്കുക നിങ്ങൾ. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ലെങ്ത്ത് കൂട്ടാൻ ശ്രമിക്കാം. ഈ പ്രാവശ്യം ഞാൻ എഡിറ്റ് ചെയ്തതിൻ്റെ കുറച്ച് ബാക്കിയും കൂടി വേഗം എഡിറ്റ് ചെയ്തിട്ട് ഇട്ടതാണ്. അപ്പം അടുത്ത പ്രാവശ്യത്തേക്ക് നല്ല ലെങ്ത്ത് കൂട്ടാൻ ശ്രമിക്കാം. അപ്പം എല്ലാവരും കമൻ്റ് ഇടുക, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ചെയ്യുക. അപ്പം ബൈ ബൈ, നമുക്ക് വീണ്ടും കാണാം.